ശ്രീരാമജയം. ഇന്ന് വാത്മീകി രാമായണം ബാലകാണ്ഡം 37-ാം സർഗം വായിക്കാം. തപ്യമാനേ തഥാ ദേവേ സേന്ദ്രാസാഗ്നിപുരോഗമാ സേനാപതിമഭീപ്സന്ത പിതാമഹമുപാഗമൻ തതോ ബ്രുവൻ സുരാ സർവേ ഭഗവന്തം പിതാമഹം പ്രണിപത്യ സുരാ രാമസേന്ദ്രാസാഗ്നിപുരോഗമാ യേന സേനാപതിർദേവദത്തോ ഭഗവതാ പുരാ स तपः परमास्थाय तप्यते स्म सहोमया यदत्रानन्तरं कार्यं लोकानां हितकाम्यया संविधत्स्वविधानज्ञत्वं हि नः परमागति देवतानां वचः श्रुत्वा सर्वलोकपितामहः सान्त्वयन् मधुरैर्वाक्यैस्त्रिदशानिदमब्रवीत् शैलपुत्र्या यदुक्तं तन्न प्रजास्वासुपत्निषु तस्या वचनमक्लिष्टं सत्यमेव न संशय इयमाकाशगङ्गा च यस्यां पुत्रं हुताशन जनयिष्यति देवानां सेनापतिमरिन्दमं ज्येष्ठा शैलेन्द्रदुहिता मानयिष्यति तं सुतं उमायास्तद्बहुमतं भविष्यति न संशय तच्छ्रुत्वा वचनं तस्य कृतार्था रघुनन्दन प्रणिपत्य सुरा सर्वे पितामहमपूजयन् ते गत्वा परमं राम कैलासं धातुमण्डितम् अग्निं नियोजयामासु पुत्रार्थं सर्वदेवता देवकार्यमिदं देवसमाधत्स्वहुताशन शैलपुत्र्यां महातेजो गङ्गायां तेज उत्सृज देवतानां प्रतिज्ञाय गङ्गामभ्येत्य पावक गर्भं धारय वै देवि देवतानामिदं प्रियम् इत्येतद्वचनं श्रुत्वा दिव्यं रूपमधारयत् स तस्या महिमां दृष्ट्वा समन्दादवशीर्यत समन्दतस्तदा देवीमभ्यषिञ्जत पावक सर्वस्त्रोतांसि पूर्णानि गङ्गाया रघुनन्दन तमुवाच ततो गङ्गा सर्वदेव पुरोगमम् अशक्ता धारणे देव तेजस्तव समुत्थतं दह्यमानाग्निना तेन सम्प्रव्यथितचेतना अथा प्रवीदितं गङ्गां सर्वदेव हुताशन इहैमवते पार्श्वे गर्भोऽयं सन्निवेश्यतां श्रुत्वा त्वग्निवचो गङ्गा तं गर्भमतिभास्वरम् उत्ससर्ज महातेजा स्रोतोभ्यो हि तदाघन यतस्या निर्गतं तस्मात् तप्तजाम्बूनतप्रभं काञ्चनं धरणीं प्राप्तं हिरण्यमतुलप्रभं ताम्रं कार्ष्णायसं चैव तैक्ष्ण्यादेवाभिजायत मलं तस्याभवत्तत्र त्रिपुसीसकमेव च ततेतद्धरणीं प्राप्य नानाधातुरवर्धत निक्षिप्तमात्रे गर्भे तु तेजोभिरभिरञ्जितं सर्वं पर्वतसन्नद्ध सौवर्णमभवद्वनं जातरूपमिति ख्यातं तदा प्रभृति राघव सुवर्णं पुरुषव्याघ्र हुताशनसमप्रभं तृणवृक्षलतागुल्मं सर्वं भवति काञ्चनं तं कुमारं ततो जातं सेन्द्रासहमरुद्गणा क्षीरसम्भावनार्थाय कृत्तिका समयोजयन् ताक्षीरं जातमात्रस्य कृत्वा समयमुत्तमं ददुः पुत्रोऽयमस्माकं सर्वासामिति निश्चिता
തതസ്തു ദേവതാ സർവാ കാർത്തികേയ ഇതി ബ്രുവൻ പുത്രസ്ത്രൈലോക്യവിഖ്യാതോ ഭവിഷ്യതി ന സംശയ. തേഷാം തദ്വചനം ശ്രുത്വാ സ്കന്നം ഗർഭപരിസ്രവേ സ്നാപയൻ പരയാ ലക്ഷ്മ്യാ ദീപ്യമാനം യഥാനലം. സ്കന്ദ ഇത്യബ്രുവൻ ദേവാ സ്കന്നം ഗർഭപരിസ്രവേ കാർത്തികേയം മഹാബാഹും കാകുത്സ്ഥജ്വലനോപമം. പ്രാദുർഭൂതം തതഃ ക്ഷീരം കൃത്തികാനാമനുത്തമം. ഷണ്ണാം ഷഡാനനോ ഭൂത്വാ ജഗ്രാഹസ്തനജംപയ. ഗൃഹീത്വാ ക്ഷീരമേകാഹ്നാ സുകുമാരവപുസ്തദാ. അജയത് സ്വേന വീര്യേണ ദൈത്യസൈന്യഗണാൻ വിഭു. സുരസേനാഗണപതിമഭ്യഷിഞ്ചൻ മഹാദ്യുതിം. തതസ്തമമരാ സർവേ സമേത്യാഗ്നിപുരോഗമാ. ഏഷ തേ രാമഗംഗായാം വിസ്തരോഭിഹിതോ മയാ. കുമാരസംഭവശ്ചൈവ ധന്യപുണ്യസഥൈവ ച. ഭക്തശ്ച യഃ കാർത്തികേയേ കാകുത്സ്ഥഭുവി മാനവ. ആയുഷ്മാൻ പുത്രപൗത്രൈശ്ച സ്കന്ദസാലോക്യതാം വ്രജേത്. ഇത്യർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ ബാലകാണ്ഡേ സപ്തത്രിംശഃ സർഗഃ. സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരമാണ് ഈ വാൽമീകി രാമായണത്തിലെ 37-ാം സർഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആ കഥ നമുക്ക് കേൾക്കാം. ദേവ തപസ്സു ചെയ്തുകൊണ്ടിരിക്കെ ഋഷിഗണങ്ങളോട് കൂടിയ ദേവന്മാർ തക്ക സേനാപതിയെ ആഗ്രഹിക്കുന്നവരായി ആദ്യം ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ദേവന്മാരെല്ലാവരും ഭഗവാനായ ബ്രഹ്മാവിനെ നമസ്കരിച്ച് ഇന്ദ്രനോട് കൂടിയവരും അഗ്നി മുമ്പായുള്ളവരും ആയ ആ ദേവന്മാർ എല്ലാവരും ഇപ്രകാരം അറിയിച്ചു. സ്വാമിൻ ഭഗവാനാൽ പരമശിവനാൽ പണ്ട് ബീജരൂപത്തിൽ തരപ്പെട്ട യാതൊരു അദ്ദേഹം ഞങ്ങളുടെ സേനാപതിയാകണം. പരമശിവന്റെ വീര്യത്തിൽ നിന്നും ജനിച്ച സുബ്രഹ്മണ്യസ്വാമി ഞങ്ങളുടെ സേനാപതിയാകണം എന്നാണ് ആ ദേവന്മാർ പറഞ്ഞത്. ആ പരമശിവൻ ഉഗ്രമായ തപോനിഷ്ഠ കൈക്കൊണ്ട് ഉമയോടുകൂടി തപസ്സു ചെയ്യുന്നുവല്ലോ. ചെയ്യേണ്ടവയെ അറിയുന്ന ഭഗവാൻ ലോകങ്ങളുടെ ക്ഷേമാർത്ഥമായി ഇനിമേൽ ഇക്കാര്യത്തിൽ യാതൊന്ന് ചെയ്യേണ്ടതുണ്ടോ അതിനെ ആലോചിച്ച് തീർച്ചപ്പെടുത്തിയാലും ഞങ്ങൾക്ക് പരമമായ ആശ്രയം അവിടുന്ന് ഒരുവനാണല്ലോ. ദേവന്മാരുടെ ഈ വാക്ക് കേട്ട് എല്ലാ ലോകങ്ങൾക്കും പിതാമഹനായ ബ്രഹ്മാവ് ദേവന്മാരെ മധുരസ്വരത്തിൽ ഇങ്ങനെ സമാധാനിപ്പിച്ചു. ദേവന്മാർക്ക് സ്വന്തം പത്നിമാരിൽ മക്കളുണ്ടാവില്ല എന്ന് പാർവതീദേവിയാൽ അന്ന് അരുളി ചെയ്തത് ദേവിയുടെ ആ സത്യമായ വാക്ക് ഒരിക്കലും വ്യർത്ഥമാകില്ല എന്നത് സംശയമില്ല. ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവനായ സേനാപതിയായ പുത്രനെ അഗ്നി ഏതൊരുത്തിയിൽ ജനിപ്പിക്കുമോ അപ്രകാരമുള്ളവളായ ഈ ജ്യേഷ്ഠത്തിയും പർവ്വതരാജസുതയും ആകാശത്തിൽ ഗമിക്കുന്നവളുമായ ഗംഗ ആ കുമാരനെ ബഹുമാനിക്കും. അത് ഉമാദേവിക്ക് സമ്മതം ആവുകയും ചെയ്യും എന്നത് സംശയമില്ല. ഹേ രഘുനന്ദന, ബ്രഹ്മാവിൻ്റെ ഈ വചനത്തെ കേട്ടിട്ട് ദേവന്മാരെല്ലാവരും കൃതാർത്ഥനായി ബ്രഹ്മാവിനെ നമസ്കരിച്ചു പൂജിച്ചു. രാമ, ആ ദേവന്മാരെല്ലാവരും ധാതുക്കളാൽ അലങ്കരിക്കപ്പെട്ട കൈലാസപർവ്വതത്തിൽ ചെന്ന് പുത്രനിമിത്തമായ അഗ്നിയെ ഏർപ്പാടു ചെയ്തു. ഹേ അഗ്നിദേവ, ഭഗവാനെ, ഈ ദേവകാര്യത്തെ സാധിപ്പിച്ചാലും മഹാതേജസ്വിയായവനെ പർവ്വതപുത്രിയായ ഗംഗയിൽ പരമശിവന്റെ തേജസ്സിനെ വിസർജനം ചെയ്താലും. അഗ്നിയാകട്ടെ ദേവന്മാരോട് അങ്ങനെ ആകട്ടെ എന്ന് സമ്മതിച്ച് ഗംഗയുടെ അടുത്തു ചെന്ന്, ഹേ ദേവി, ഗർഭത്തെ ധരിച്ചുകൊണ്ടാലും ഇത് ദേവന്മാരുടെ പ്രിയമാകുന്നു എന്ന് പറഞ്ഞു. ഈ സംഗതിയെപ്പറ്റി ഈ വാക്ക് കേട്ടിട്ട് ദിവ്യരൂപത്തെ ഗംഗ ധരിച്ചു. അവൾ ആ തേജസ്സിനെ മഹിമയറിഞ്ഞ് നാലുപാടും പെരുകി പരന്നു. അഗ്നി ആ സമയം ദേവിയെ എങ്ങും രുദ്രതേജസ്സുകൊണ്ട് വർഷിച്ചു.
ഹേ രഘുകുമാര, ഗംഗയുടെ എല്ലാ നാഡികളും ചാലുകളും അതിനാൽ നിറഞ്ഞു. ഗംഗ എല്ലാ ദേവന്മാർക്കും മുമ്പനായ ആ അഗ്നിയോടായി ആ സമയം പറഞ്ഞു, ഹേ ദേവ, അങ്ങയുടെ തേജസ് കൊടിയതായിരിക്കുന്നു. ധരിപ്പാൻ ഞാൻ ശക്തയല്ല. ആ അഗ്നിയാൽ അതിൻ്റെ തീക്ഷ്ണത കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നവളായി വളരെയധികം വ്യഥയോടുകൂടി ഞാൻ ഭവിച്ചിരിക്കുന്നു. അഗ്നി ഹിമവത് പുത്രിയായ ഗംഗയോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഗർഭം തൽക്കാലം ഹിമവത് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വയ്ക്കപ്പെടട്ടെ. മഹാവീരനായ ഹേ രഘുകുമാര, ഗംഗ അഗ്നിയുടെ ആ വാക്ക് കേട്ടിട്ട് മിന്നിത്തിളങ്ങുന്ന ആ ഗർഭത്തെ തൻ്റെ അവയവ നദികളിൽ നിന്ന് ത്യജിച്ചു കളഞ്ഞു. ഇവളിൽ നിന്ന് നിർഗമിച്ചതായ, അതായത് ഗംഗയിൽ നിന്നും വന്നതായ യാതൊന്നു ഭൂമിയെ പ്രാപിച്ചുവോ അതിൽ നിന്ന് ഉരുക്കിയ തങ്കം പോലെ ശോഭയാർന്ന പൊന്നും തുല്യമറ്റ കാന്തിയുള്ള വെള്ളിയും തീക്ഷ്ണത കൊണ്ട് ചെമ്പും കാരിരുമ്പും ഉളവായി. അതിൻ്റെ മലം, അതായത് അഴുക്ക്, അക്കാരണത്താൽ തകരമായും ഈയമായും ഭവിച്ചു. ആയത് ഭൂമിയെ പ്രാപിച്ച് അനേക ധാതുക്കളായി പെരുകി. ഗർഭം നിക്ഷേപിക്കപ്പെട്ട ക്ഷണത്തിൽ തേജസ്സുകളാൽ വ്യാപിക്കപ്പെട്ട പർവ്വത സംബന്ധമായ ആ കാട് മുഴുവനും തന്നെ സ്വർണമയമായി തീർന്നു. പിന്നീട് ബ്രഹ്മാവ് അതേ സ്ഥലത്ത് വന്ന് ഈ ഗർഭത്തിൽ ഉളവായ ശിശുവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്തു, ഈ ജനിച്ച ശിശുവിൻ്റെ രൂപത്തോടു കൂടിയത് യാതൊന്നോ അത് അക്കാരണത്താൽ ജാതരൂപം എന്നു പേരോടു കൂടിയതായി ഭവിക്കും. പുരുഷശ്രേഷ്ഠ, ഹേ രാഘവ, അവിടെയുള്ള പുല്ല്, മരം, വള്ളി, പൊന്ത എന്നിവ എല്ലാം സ്വർണമായി തീരുകയും ചെയ്തു. അതുമുതൽ അഗ്നിക്കൊത്ത കാന്തിയുള്ളതായ സ്വർണം ജാതിരൂപം എന്ന പ്രസിദ്ധയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നുളവായ ആ കുമാരനെ ഇന്ദ്രനോടുകൂടിയ അഗ്നിസഹിതന്മാരായ ദേവഗണങ്ങൾ പാലുകൊടുത്ത് വളർത്തുവാൻ വേണ്ടി കൃത്തികമാരെ ഏൽപ്പിച്ചു. അവർ ഇവൻ നമ്മളെല്ലാവർക്കും കൂടിയുള്ള പുത്രനാകട്ടെ എന്നും ഉത്തമമായ സങ്കല്പത്തെ ചെയ്ത് തീർച്ചപ്പെടുത്തിക്കൊണ്ട് പിറന്നവണ്ണം തന്നെ ഇരിക്കുന്നവനായ ആ ശിശുവിന് പാൽ കൊടുത്തു. ദേവന്മാർ എല്ലാവരും ആ ഉണ്ണിയെ വളർത്തി എന്ന കാരണത്താൽ കാർത്തികേയൻ എന്ന് ത്രൈലോക്യവിഖ്യാതനായി ഭവിക്കും എന്നത് അരുളി ചെയ്തു. അവരുടെ ആ വാക്ക് കേട്ടിട്ട് ഗർഭസ്രാവം കൊണ്ട് വീണവനും അഗ്നിയെപ്പോലെ അതിയായ കാന്തിയാൽ പ്രകാശിക്കുന്നവനുമായ കുമാരനെ നീരാടിച്ചു. ഹേ കാകുത്സ്ഥ, ദേവന്മാർ ഗർഭത്തിൽ നിന്നും സ്രവിച്ച് വീണവനും ജ്വലിക്കുന്നവനും മഹാഭാഗ്യയുക്തനുമായ കാർത്തികേയനെ സ്കന്ദൻ എന്നും പേർ വിളിച്ചു. അപ്പോൾ 6 കൃത്തികമാർക്കും ഉത്കൃഷ്ടമായ മുലപ്പാൽ ചുരന്നു. സ്തനങ്ങളിൽ നിന്നുണ്ടായ പാലിനെ 6 മുഖങ്ങളോട് കൂടിയവനായി ഗ്രഹിച്ചു. ഒരു ദിവസം കൊണ്ട് മുലപ്പാൽ കുടിച്ച് സുകുമാര കളേബരനായി പ്രഭു അക്കാലം തൻ്റെ പരാക്രമത്താൽ അസുരസേനകളുടെ സംഘങ്ങളെ ജയിച്ചു. അഗ്നി തുടങ്ങിയ ദേവഗണങ്ങൾ ഒന്നിച്ചുകൂടി നിസ്തുല്യകാന്തിമാനായ ആ കുമാരനെ അതിൽ പിന്നെ ദേവസേനകളുടെ സംഘങ്ങൾക്ക് നായകനായി അഭിഷേകം ചെയ്തു. ഹേ രാമ, ഇപ്രകാരമുള്ള ഗംഗയുടെ ചരിത്രവും അവണ്ണം തന്നെ ധനപ്രദവും പരിപാവനവുമായ കുമാരോൽപത്തിയും വത്സനായിക്കൊണ്ട് തന്നെ എന്നാൽ വിസ്തരിച്ചു പറയപ്പെട്ടു. ഹേ രാമ, കാർത്തികേയൻ്റെ ഉൽപ്പത്തിയായ ഇതിനെ യാതൊരുവൻ കേൾക്കുന്നുവോ അവൻ സകല പാപങ്ങളിൽ നിന്നും മുക്തനായി ശാശ്വതമായ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. കാകുത്സ്ഥ, ലോകത്തിൽ കാർത്തികേയനിൽ ഭക്തി പൂണ്ടവനായ മനുഷ്യൻ ആരാണോ ഉള്ളത് അവർ പുത്രപൗത്രന്മാരോട് കൂടിയവനായും ആയുസ്സോടു കൂടിയവനായും സ്കന്ദലോകത്തെ പ്രാപിക്കും. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ 37 സർഗഃ സമാപ്തം. 37 സർഗം അവസാനിച്ചു.